നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026-ൽ 2002 ആവർത്തിക്കുമോ? ബ്രസീലിയൻ ഫുട്ബോൾ പ്രേമികൾ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണത്. 2026 വേൾഡ് കപ്പിന്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിയുമ്പോൾ ബ്രസീൽ ഗ്രൂപ്പ് സിയിലാണ്. എതിരാളികളായിട്ടുള്ളത് ഒന്ന് മൊറോക്കോ, കടുത്ത ടീമാണ്. പക്ഷെ ബാക്കിയുള്ളവർ ബ്രസീലിന് അത്രയധികം ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒന്ന് സ്കോട്ട്ലൻഡും അതുപോലെ ഹെയ്റ്റിയുമാണ്. സോ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര ബുദ്ധിമുട്ടല്ല മുന്നോട്ട് പോവുക എന്നുള്ളത്. 2002 വേൾഡ് കപ്പിൽ കിരീടം ചൂടിയത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അന്നത്തെ പോലെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ സമാനമാണ് എന്നുള്ളതാണ് ബ്രസീലിയൻ ആരാധകർക്ക് വലിയൊരു വിശ്വാസം വരാനുള്ള കാര്യം. നമ്മൾ നോക്കുകയാണ്, 2002 ബ്രസീൽ വേൾഡ് കപ്പ് നേടുമ്പോൾ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫയിങ് ക്യാമ്പയിൻ, അന്ന് ചരിത്രത്തിലെ ബ്രസീലിൻ്റെ ഏറ്റവും മോശം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2026-ലോ അതിനേക്കാൾ മോശമായിട്ടുള്ള 5ാം സ്ഥാനവും കൊണ്ട് കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അന്ന് 2002 ഇഞ്ചുറീസ് ബ്രസീലിയൻ ടീമിനെ ആരാധകരെ വല്ലാതെ വലച്ചിരുന്നു. റൊണാൾഡോ ഏതാണ്ട് 2 വർഷക്കാലം പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തായിരുന്നു. റൊണാൾഡോ നസാരിയോയെ ഫിലിപ്പാവോ ടീമിലേക്ക് എടുക്കുകയും ആ സമയത്ത് വലിയ രൂപത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടും വേൾഡ് കപ്പിൽ അദ്ദേഹം ഗോൾ അടിച്ചു കൂട്ടി 8 ഗോളുകൾ അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഇന്നും രോമാഞ്ചത്തോടെ അല്ലാതെ ആരാധകർക്ക് ഓർക്കാൻ പറ്റില്ല. അതുപോലെ ഒരു സാഹചര്യം ഇത്തവണ നെയ്മർ ജൂനിയർക്കുമുണ്ട്. നെയ്മർ ജൂനിയറും ഏതാണ്ട് 2 വർഷക്കാലമായിട്ട് ബ്രസീലിയൻ ദേശീയ ടീം കളിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുക. അതിനുശേഷമുള്ളൊരു മടങ്ങി വരവിൽ റൊണാൾഡോയെ പോലെ കിരീടത്തിലേക്ക് പോകുമോ നെയ്മർ എന്നതാണ് ചോദ്യം. അതാണ് ആരാധകർ ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അന്ന് ഫാൻ ബേസിനിടയിൽ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്ന അതേ ഫാൻ ബേസ് ആ ടീം എവിടെയും എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർപ്പുകളുമായിട്ട് രംഗത്തുണ്ടായിരുന്നു. ഇന്നും ഏതാണ്ട് അതേ രൂപത്തിലാണ് കാര്യങ്ങളുള്ളത്. പിന്നെ അന്ന് യൂറോപ്യൻ ടീമുകളെയാണ് ഫേവറിറ്റുകളായിട്ട് കണക്കാക്കിയിരുന്നത്. ഇന്ന് സ്പെയിനെയും ഫ്രാൻസിനെയും അല്ലേ ഏറ്റവും അധികം ഫേവറിറ്റുകളായിട്ട് കണക്കാക്കുന്നത്. സോ ഏതാണ്ട് സെയിം ആയിട്ടുള്ള ഒരു സാഹചര്യം അവിടെയും ഒരുങ്ങുകയാണ്. ദെൻ ബ്രസീലിയൻ ദേശീയ ടീമിനെ അന്ന് സ്വന്തം ഹോമിൽ കൂവി വിളിച്ചിരുന്നു. ഇത്തവണ വേൾഡ് കപ്പ് ക്യാമ്പയിൻ്റെ ഘട്ടത്തിൽ, അതായത് ആ ഒരു ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ എത്ര തവണ അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആഞ്ചലോട്ടി പറഞ്ഞ പോലെ ഗ്ലാസ് പകുതി എം ടി ആയിട്ടല്ല, പകുതി നിറഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് വേണ്ടത് ലോകത്തെ ഏറ്റവും മികച്ച താരമാവാനുള്ള കളിക്കാരനെയല്ല, വേൾഡ് കപ്പ് നേടണമെന്ന് ആഗ്രഹമുള്ള കളിക്കാരനെയാണ് എന്ന്. അപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ ആ ഒരു കാർമ്മികത്വത്തിൽ 2002 2026-ലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. പിന്നെ ഏറ്റവും ഒടുവിൽ US വേൾഡ് കപ്പ് നടന്നത് 1994-ലാണ്. അന്നത്തെ ചാമ്പ്യന്മാരും ബ്രസീലാണ്. അത് ആവർത്തിക്കും എന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.